നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ബിസിനസ്സിനോടൊപ്പം തന്നെ ആ ഒരു ഫിസിക്കൽ ബിസിനസ്സിനെ നിങ്ങൾക്ക് ഡിജിറ്റൽ ബിസിനസ്സായി കൺവേർട്ട് ചെയ്യാണ്ട് സാധിക്കും. അതായത് അതേ ആശയത്തെ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ പേര് ജയൻ പ്രഭാകർ, ഞാനൊരു ഡിജിറ്റൽ കോച്ചാണ്. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിലവിലുള്ള ബിസിനസ്സിനെ അതേ ഫോർമാറ്റിൽ അതേ കോൺസെപ്റ്റ് തന്നെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റായി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? റൈറ്റ്, ഞാൻ ഒരു ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. റെസ്റ്റോറൻറ്റ് ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ധാരാളം ഹോട്ടലുകളുണ്ട്. അപ്പോൾ ഹോട്ടൽ ബിസിനസ്സിനെ എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റായി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഹോട്ടൽ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് മേഖലകളുണ്ട്. കുക്കിംഗ് ഉണ്ട്, അതുപോലെ സർവീസ് ഉണ്ട്, മാനേജിംഗ് ഉണ്ട്, മാനേജിങ് കസ്റ്റമേഴ്സ് ഉണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടല്ലേ. ഇപ്പോൾ നമുക്കിതിനകത്ത് കുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് നല്ലൊരു ഫുഡ്, ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചൈനീസ് ഫുഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഡിഷസ് എങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാം എന്നുള്ള ഒരു സബ്ജക്റ്റ് എടുത്തുകൊണ്ട് അതിനെ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആക്കി ഒരു വീഡിയോ കോഴ്സാക്കി നിങ്ങൾ കൺവേർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ബിസിനസ് എങ്ങനെയാണ് തുടങ്ങാനായിട്ട് സാധിക്കുന്നത്? ഒരു സ്മോൾ സ്കെയിൽ ലോ ബഡ്ജറ്റിലൊരു ഹോട്ടൽ, സാധാരണ രീതിയിലൊരു ഹോട്ടൽ എങ്ങനെ തുടങ്ങാം, അതുകൂടാതെ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഹൈ ക്ലാസ്, ഇപ്പം 3 സ്റ്റാർ അല്ലെ 4 സ്റ്റാർ 5 സ്റ്റാർ ടൈപ്പ് ഹോട്ടൽ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രമാത്രം വേണം, അതെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരു കൺസൾട്ടൻറ്റ് കോഴ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് കൺസൾട്ടിങ് ചെയ്യാനും സാധിക്കും. നിങ്ങളുടെ അതേ ഹോട്ടൽ വ്യവസായത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡിജിറ്റലൈസ് ചെയ്യാം. എന്തുവഴിയാണ്? കുക്കിംഗ് കോഴ്സസിലൂടെ, അല്ലെങ്കിൽ സർവീസ് കോഴ്സസിലൂടെ, അല്ലെങ്കിൽ ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് എങ്ങനെ തുടങ്ങാം എന്നുള്ള രീതിയിൽ ഒരു കൺസൾട്ടൻ്റായിട്ട് നിങ്ങൾക്ക് ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അതിനെ ഡിജിറ്റലി സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. റൈറ്റ്, ഇനിയിപ്പോൾ ഉദാഹരണം അതുപോലെ ഏത് മേഖല എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബേക്കറി ഐറ്റംസ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, ബേക്കറി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിനും ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ മേഖലയെ കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ എങ്ങനെയാണ് കേക്ക്, ബർത്ത്ഡേ കേക്ക് സ്പെഷ്യൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ കോമ്പിനേഷൻ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഒരു കോഴ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ ഫിസിക്കൽ ബിസിനസ്സിനെയും നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ അതേ ആശയത്തോടു കൂടി ചേർന്ന് നിന്നുകൊണ്ട് അതിനെ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റായി കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഫിസിക്കൽ ബിസിനസ്സും ഡിജിറ്റൽ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം? ഫിസിക്കൽ ബിസിനസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഫുഡ് ഉണ്ടാക്കണം അല്ലേ. പക്ഷേ ഈ ഡിജിറ്റൽ ബിസിനസ് എന്താണ്? നിങ്ങൾ ഒരിക്കൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ലൈഫ് ലോങ് അതിൽ നിന്നും ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതേസമയം ഫിസിക്കൽ ബിസിനസ് ആണെങ്കിൽ എന്താണ്? ഡെയിലി പ്രൊഡക്ഷൻ വേണം, അതിനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് ട്രാൻസ്പോർട്ടേഷനോ ഷിപ്പിങ്ങോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ ഒരുപാട് എംപ്ലോയീസിനെ അപ്പോയിൻ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ അതേ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഡിജിറ്റലൈസ് ചെയ്യാൻ നിങ്ങൾ മാത്രം മതി, വേറെ ആരും വേണ്ട. ഒരു എംപ്ലോയീസിൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല. റൈറ്റ്, ഈ രീതിയിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അമേസിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ മേഖലയിൽ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ലൈവ് സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, ലൈവ് വെബിനാർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള 90 മിനിറ്റ്സ് വെബിനാർ ഞാൻ കണ്ടക്ട് ചെയ്യാറുണ്ട് എല്ലാ ആഴ്ചകളിലും. അപ്പോൾ അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ഐഡിയാസ് കിട്ടും എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ അതിനകത്ത് ടീച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.